1987 കേരളത്തിൽ നടന്ന ആദ്യത്തെ ദേശീയ ഗെയിംസിൻ്റെ ജനറൽ കൺവീനറായിട്ടാണ് ഞാൻ രംഗപ്രവേശനം ചെയ്തത്. അതിനു മുൻപ് 1984 ആലപ്പുഴ സബ് കളക്ടറായിരുന്നപ്പോൾ അവിടെ നടന്ന ആലപ്പുഴ വള്ളംകളിയുടെ ചുമതലക്കാരനും ഞാനായിരുന്നു. സാധാരണ ആലപ്പുഴയിലെ RDO ആണ് ആലപ്പുഴ വള്ളംകളിയുടെ സംഘാടകൻ. അപ്പോൾ അന്ന് ആ സംഘാടന മികവ് കണ്ടതുകൊണ്ടാവണം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ K. കരുണാകരൻ എന്നെ എറണാകുളത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന എന്നെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ച് ഈ ജോലി എന്നെ ഏൽപ്പിച്ചത്. അപ്പോൾ അന്ന് എനിക്കറിയില്ലായിരുന്നു എന്തിനാണ് എന്നെ വിളിക്കുന്നതെന്ന്. ഞാൻ എറണാകുളത്ത് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെ MD ആയിട്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു ദിവസം വൈകുന്നേരം സന്ധ്യാസമയത്ത് CM വിളിക്കുന്നു എന്ന് പറഞ്ഞ് CMനെ ഫോണിൽ കണക്ട് ചെയ്യായിരുന്നു. ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം എന്നെ വിളിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ എറണാകുളത്ത് ജോലി ചെയ്യാൻ വലിയ ആഗ്രഹമുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല സാർ, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്നാൽ പിന്നെ വേഗം പെട്ടിയും കിടക്ക എടുത്ത് ഇഞ്ഞു വന്നേക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാണെന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു IAS ഓഫീസർമാരെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇങ്ങനെയാണെന്നാണ് അന്ന് വിചാരിച്ചത്. ഞാൻ അങ്ങനെ തിരുവനന്തപുരത്ത് വന്നിട്ട് രാത്രിയിലാണ് CMനെ കാണാനായിട്ട് CMൻ്റെ മുറിയിൽ പോയത്. ആദ്യമായിട്ട് CMൻ്റെ മുറിയിൽ കയറുന്നതും 1987 അപ്പോൾ CMൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞ് അവസാനമാണ് എന്നെ കാണാൻ വിളിച്ചത്. അപ്പോൾ അദ്ദേഹം വിളിച്ചപ്പോഴേ എന്നോട് പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ പ്രധാനമന്ത്രി ഒരു ഏഷ്യൻ ഗെയിംസ് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു കേരളത്തിൽ. അപ്പോൾ അത് നടത്തണം, അത് നടത്താൻ പറ്റിയ ആൾ നിങ്ങളാണെന്നാണ് ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് ചെയ്യാൻ എന്താ തയ്യാറാണോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് നന്നായി അറിയാമായിരുന്നു ഏഷ്യൻ ഗെയിംസ് കേരളത്തിൽ നടത്താനുള്ള യാതൊരു സാധ്യതയുമില്ല. പ്രത്യേകിച്ച് 82 ഏഷ്യൻ ഗെയിംസ് ഡൽഹിയിൽ നടന്നു കഴിഞ്ഞതുകൊണ്ട് വീണ്ടും ഒരു ഏഷ്യൻ ഗെയിംസ് വരാൻ പറ്റില്ല. എങ്കിലും CMനെ കറക്റ്റ് ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, സാർ, എനിക്ക് ഒരു ദിവസത്തെ സമയം തരാമോ, ഒന്ന് ആലോചിക്കാൻ വേണ്ടി ഒരു ദിവസത്തെ സമയം തരാമോ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, പക്ഷേ നാളെ ഇതേ സമയത്ത് കൃത്യമായിട്ട് മറുപടി പറഞ്ഞിരിക്കണം, അതുക്കുള്ള സമയം എടുക്കരുതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ശ്രീ K. രാമചന്ദ്രൻ, അദ്ദേഹത്തെ പോയി കണ്ടു. അപ്പം അദ്ദേഹത്തോട് ചോദിച്ചു, സാർ, CM എന്നെ ഏഷ്യൻ ഗെയിംസ് നടത്തണം എന്നൊക്കെ പറയുന്നു, എന്താ കഥ? അപ്പം അദ്ദേഹം പറഞ്ഞു, ഏഷ്യൻ ഗെയിംസ് അല്ല, നാഷണൽ ഗെയിംസാണ്. അത് അദ്ദേഹത്തിന് തെറ്റിപ്പോയതാണ്. അത് CM കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചീഫ് സെക്രട്ടറിയും CMും കൂടെ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ രാജീവ് ഗാന്ധി അദ്ദേഹം പ്രൈം മിനിസ്റ്ററായിട്ട് ചാർജ് എടുത്തിട്ട് അധികം നാളായില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, ഈ നാഷണൽ ഗെയിംസ് ഡൽഹിയിൽ വെച്ച് നടത്തുന്ന പരിപാടി അവസാനിപ്പിക്കണം, അത് എല്ലാ സംസ്ഥാനങ്ങളിലും നടത്തണം. അപ്പം നാഷണൽ ഗെയിംസ് നടത്തുമ്പോൾ അതോടൊപ്പം കുറേ നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും, അങ്ങനെ സ്പോർട്സ് ഒന്നുകൂടി പ്രചരിപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ അദ്ദേഹം തീരുമാനിച്ചത്. അപ്പോൾ ആരെങ്കിലും വോളണ്ടിയേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പെട്ടെന്ന് കൈപൊക്കി കേരളത്തിൽ നടത്തിക്കൊള്ളാം എന്ന് പറയുകയായിരുന്നു. അപ്പോൾ തൊട്ടടുത്തിരുന്ന ചീഫ് സെക്രട്ടറി പറഞ്ഞു, സാർ, നമുക്ക് അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല, കേരളത്തിലെ നാഷണൽ ഗെയിംസ് ഒന്നും നടത്താൻ പറ്റില്ല, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ CM പറഞ്ഞു, താനോടെ മിണ്ടാണ്ടിരുന്നാൽ മതി, അതൊക്കെ നടപ്പിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ കാര്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ച് വരുത്തിയത്. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ CMനെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താ തീരുമാനമെടുത്തോ? ഞാൻ പറഞ്ഞു, തീരുമാനമെടുത്തു, പക്ഷെ 3 കണ്ടീഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താ കണ്ടീഷൻസ്? അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ ഞാൻ പറഞ്ഞു, ഒന്ന്, ഇത് നടപ്പിലാക്കുമ്പോൾ ഇതിനാവശ്യമുള്ള പണം വേണം. അപ്പോൾ ആ പണം നൽകാനുള്ള സന്നദ്ധത
ഫൈനാൻസ് സെക്രട്ടറി, ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കാണിക്കണം, പണമില്ല എന്ന് അവർ പറയാൻ പാടില്ല. അപ്പം ഇതിന് മറ്റേ ബഡ്ജറ്റിൽ പ്രൊവിഷനില്ല, അതില്ല, ഇതില്ല എന്നൊന്നും പറയരുത്, എനിക്ക് ആവശ്യമുള്ള പണം തരണം. അപ്പോൾ തൊട്ട് മുമ്പിൽ നാരായണൻ സാറ്, അദ്ദേഹം നിങ്ങൾക്കറിയാം പഴയ രഞ്ജി ട്രോഫി പ്ലെയറാണ്, അദ്ദേഹം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം നാരായണൻ സാർ ചോദിച്ചു, എന്താടോ നാരായണ, തനിക്ക് പണം കൊടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓ പണം കൊടുക്കാം. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഈ പ്രോഗ്രാം നടത്താനായിട്ട് വരുമ്പോൾ ഇനി അധികം സമയമില്ല, നമുക്കൊരു വർഷം, കഷ്ടിച്ചൊരു വർഷം സമയമേ ഉള്ളൂ. അപ്പോൾ ഇതിനൊരു ടീം വേണം. ഒരിക്കലും ഒരാൾക്കിത് സംഘടിപ്പിക്കാൻ പറ്റില്ല, നല്ലൊരു ടീം വേണം. ആ ടീമിനെ സെലക്ട് ചെയ്യുമ്പോൾ അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം എനിക്ക് വേണം. ഞാൻ പറയുന്ന ആൾക്കാരെ ടീമിലുണ്ടാകാൻ പാടുള്ളൂ. കാരണം എനിക്ക് മനസ്സുകൊണ്ട് ഇഷ്ടമുള്ളവർ, എന്നോടൊപ്പം പ്രവർത്തിക്കുമെന്ന് എനിക്ക് ബോധ്യമുള്ളവർ, അങ്ങനെയുള്ളവർ വേണം ആ ടീമിൽ വേണ്ടത്. അങ്ങനെ ആ ടീമിനെ സെലക്ട് ചെയ്യാൻ എനിക്ക് പൂർണ്ണ അധികാരം വേണം. സർക്കാർ പരിപാടി ആയതുകൊണ്ട് അവിടെ കോഴിക്കോട്ട് ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫറിന് വേണ്ടി ശ്രമിക്കുന്നു, കിട്ടുന്നില്ല, എങ്കിലിതാ ഇവിടെ നാഷണൽ ഗെയിംസിൻ്റെ ഓഫീസുണ്ട്, അവിടെ പിടിച്ചിരുത്തിയത് എന്ന് പറഞ്ഞാൽ സംഗതി ശരിയാവില്ല. ഈ പരിപാടികൾ ഇങ്ങനെ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഷോർട്ട് നോട്ടീസിൽ നമ്മൾ നടത്തുകയാണ്. അപ്പോൾ പല നിയമങ്ങളും ലംഘിക്കേണ്ടി വരും. അപ്പോൾ എല്ലാ ഗവൺമെൻറ് നിയമങ്ങളും പാലിച്ചുകൊണ്ടൊന്നും ഈ പരിപാടി നടത്താൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്നെക്കുറിച്ച് ധാരാളം കംപ്ലയിൻറ്റ്സ് വരും. അത് പലരും പത്രങ്ങളിലൂടെയോ, അന്ന് ടി വിയൊന്നും അത്ര വലിയ പ്രാധാന്യം ഒന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും മറ്റ് മാർഗങ്ങളിലൂടെയൊക്കെ സാറിൻ്റെ ചെവിയിലെത്തും. അപ്പോൾ സാർ എന്തെങ്കിലും തീരുമാനിക്കുന്നതിന് മുമ്പ് എന്നെ കേൾക്കണം, എൻ്റെ ഭാഗം കേട്ടതിന് ശേഷമേ തീരുമാനം എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ആരെങ്കിലും ഈ ടി വി വല്ലതും കാണുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതൊന്നും കാണരുത്, പത്രമൊന്നും വായിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പത്രം വായിച്ചാൽ പിന്നെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇന്നായിരുന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞതിനെ ടി വി കാണരുതെന്ന് പറഞ്ഞേനെ. അപ്പോഴേതായാലും അങ്ങനെ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തിട്ടാണ് ഞാൻ ഈ ദേശീയ ഗെയിംസ് സംഘടിപ്പിക്കാനുള്ള തുടക്കം കുറിച്ചത്. അന്ന് NCC റോഡിലൊരു വാടക വീട്ടിലായിരുന്നു ഞാൻ താമസിച്ചത്. ആ വാടക വീട്ടിലെ എൻ്റെ ഒരു മുറിയാണ് ആദ്യത്തെ ഓഫീസ്. ആകപ്പാട്ട് 2 പിള്ളേരാണ് കൂടെ ഉണ്ടായിരുന്നത്. ഒരാൾ, ഞാനിവിടെ നമ്മുടെ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് പന്ത് പെറുക്കാനായിട്ട് ഓടി നടന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അയാളുടെ കമ്മിറ്റ്മെൻറ്റ് എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പയ്യനെ ഒന്ന് കണ്ടുപിടിക്കണമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ക്രിക്കറ്റ് അസോസിയേഷൻകാരോട് ഇതാരാ, ഈ പയ്യൻ എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അദ്ദേഹം ഇവിടെ കിഴക്കേക്കോട്ടയിലെ തെരുവിലുണ്ട്, അഡ്രസ്സൊക്കെ കണ്ടുപിടിച്ചു. അങ്ങനെ അവിടെ പോയി ആ പയ്യനെ തപ്പിയെടുത്തു. അതാണ് നടരാജൻ. അപ്പോൾ എൻ്റെ ആദ്യത്തെ എംപ്ലോയി നടരാജനായിരുന്നു. പിന്നെ ഞാൻ നടരാജനോട് പറഞ്ഞു, എനിക്ക് നല്ല ടൈപ്പ് ചെയ്യാൻ അറിയാവുന്ന നല്ല 2 പിള്ളേരെ വേണം, ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം 2 പേരുടെ പേര് പറഞ്ഞു. കഷ്ടകാലത്തിന് 2 പേരും 3 പേരും ബ്രാഹ്മണന്മാരായിരുന്നു. അപ്പോൾ 2 പേരെ കൂടി അങ്ങനെ തപ്പിയെടുത്തു. അങ്ങനെ ഞങ്ങൾ എൻ്റെ വീട്ടിൽ തന്നെ ഒരു ഓഫീസൊക്കെ തുടങ്ങി. വലിയ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പറഞ്ഞതുപോലെ പണമൊന്നും സമയത്തിനൊന്നും കിട്ടിയില്ല. പിന്നെ അവിടെ നിന്ന് മാറി അന്ന് സ്പോർട്സ് സെക്രട്ടറി ആയിരുന്ന ശ്രീ K. രാമചന്ദ്രൻ്റെ കാരുണ്യത്തിൽ ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ പിന്നിലുള്ള ഗസ്റ്റ് ഹൗസിൽ ഒരു മുറി ഓഫീസായിട്ട് തന്നു. രാജീവിന് നല്ല ഓർമ്മയുണ്ടാവും. കിഷോറും അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരാരും അന്നേരം ഞങ്ങളുടെ ഇതിലേക്ക് വന്നില്ല. രാജീവ് അന്നും സ്വിമ്മിങ് അസോസിയേഷൻ്റെ അന്ന് സെക്രട്ടറി ആയിരുന്നു. അവിടെ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഒരു റൂമിലാണ് ഗെയിംസിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് അത് കഴിഞ്ഞ് കുറേശ്ശെ പണ്ട് അറബിക്കഥയിൽ പറയുന്നത് പോലെ ഒട്ടകത്തിന് ആദ്യം ഒരു തല വയ്ക്കാനുള്ള സ്ഥലം തരുമോ എന്ന് ചോദിച്ചു. സ്ഥലം വയ്ക്കാനുള്ള സ്ഥലം കൊടുത്തു. കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു, എൻ്റെ 2 കൈ ഒന്ന് വെച്ചോട്ടെ എന്ന് ചോദിച്ചു. പിന്നെ മുഴുവൻ ശരീരവും വയ്ക്കാനുള്ള സമയം ചോദിച്ചു. അങ്ങനെയെല്ലാം കയറി അവസാനം അതങ്ങ് കയ്യേറി എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ അവസാനം ആ ഗസ്റ്റ് ഹൗസ് മുഴുവനും കയ്യേറി. എന്നിട്ട് സ്ഥലസൗകര്യമില്ലാത്തതുകൊണ്ട് ഇപ്പുറത്ത് പന്തലൊക്കെ ഇട്ട് ഒരു ഓഫീസുണ്ടാക്കി.
അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മളുടെ ഇവിടെ സംസ്ഥാനത്തിൽ ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ആവശ്യമുള്ള തയ്യാറെടുപ്പുകളോ സംഘാടനത്തിനാവശ്യമായ സൗകര്യങ്ങളോ ഒന്നും ഉണ്ടാകാറില്ല. ഇപ്പോഴും ഈ അവസാനം നടന്ന ഗെയിംസിൻ്റെ കഥ വളരെ വ്യത്യസ്തമാണ്. 87 നടന്നത് ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ നടത്തി നമ്മളൊരു ഗെയിംസൊക്കെ സംഘടിപ്പിച്ചു. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, അത് പറയാനുള്ള സമയവുമല്ല. ഇതൊരു തുടക്കത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു വന്നേ ഉള്ളൂ.